എ വി ജോർജ് സാറേ, നമ്മുടെ ക്യാമ്പസ് ഇങ്ങനെയൊക്കെ പോയാൽ എങ്ങനെയാവും എന്നുള്ളതാണ് ഏറ്റവും വലിയ. അങ്ങ് കലാരാഷ്ട്രീയത്തിനെതിരായിട്ട് നീങ്ങിയ ഒരാളാണല്ലോ. അപ്പോൾ രാഷ്ട്രീയം നീക്കുക എന്നുള്ളതിനേക്കാളും ഈ ക്യാമ്പസിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. SKN ഇൻട്രോയിൽ പറഞ്ഞ ഒരു വാക്യത്തിൻ്റെ ഒരു അനുസ്മരണം എനിക്ക് തോന്നുന്നു ഈ സന്ദർഭത്തിൽ സംഗതമായിരിക്കുമെന്ന്. SKN പറഞ്ഞു, ഈ നിതിൻ രാജിൻ്റെ മരണം ഇനി മറ്റൊരു നിതിൻ രാജ് ഉണ്ടാകരുത് എന്ന ആഗ്രഹം അങ്ങ് പ്രകടിപ്പിച്ചു. ഏതാണ്ട് 2 വർഷം മുൻപ് ഇതേ പ്ലാറ്റ്ഫോമിൽ അങ്ങ് തന്നെ നയിച്ച ഒരു ചർച്ചയിൽ പറഞ്ഞ ഒരു വാക്യം ഇതുമായി വളരെ കൂട്ടി വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അന്ന് സിദ്ധാർത്ഥൻ്റെ മരണത്തെക്കുറിച്ചാണ് അങ്ങ് പറഞ്ഞത്. അങ്ങ് പറഞ്ഞു, ഇനി ഒരു സിദ്ധാർത്ഥൻ ഉണ്ടാകരുത് എന്ന് അങ്ങ് പ്രാർത്ഥിച്ചു. 2 വർഷം കഴിഞ്ഞപ്പോൾ കാര്യങ്ങൾ ആകെ തകിടം മറിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയും ഒരു 2 വർഷം കഴിയുമ്പോൾ മറ്റൊരു കുട്ടിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇത് അവസാനത്തേതാകട്ടെ എന്ന് പറയുന്ന ഒരു യാന്ത്രികമായ രീതിയിലേക്ക് നമ്മുടെ പൊതുസമൂഹം പോലും ആയിപ്പോയിട്ടുണ്ടോ എന്ന് നമ്മൾക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി അങ്ങ് ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ ഇപ്പം എന്തോന്നറിയോ പ്രശ്നം, ഇപ്പം നമ്മളൊക്കെ ഒരു TV ചാനലിൽ വർക്ക് ചെയ്യുന്ന ആളാണ്, വാർത്ത അവതരിപ്പിക്കുന്ന ആളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മരണങ്ങളും ഒക്കെ തന്നെ മലയാളി അങ്ങ് പൊരുത്തപ്പെട്ട് തുടങ്ങിയോ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാരണം നമ്മളിപ്പോൾ ഈ നിതിൻ രാജിൻ്റെ ഈ മരണത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ ഈ പൂക്കോട്ടുള്ള സിദ്ധാർത്ഥൻ്റെ മരണത്തെക്കുറിച്ച്. അപ്പോൾ ഇതൊക്കെ എന്ന് വെച്ചാൽ നമ്മുടെ ക്യാമ്പസ്, നമ്മളൊക്കെ പള്ളിക്കൂടങ്ങളിൽ പഠിച്ചു വന്നവരാണല്ലോ. അപ്പോൾ ഇതൊക്കെ ഈ ക്യാമ്പസുകൾ സംഭവിക്കുക എന്തെല്ലാം പ്രതീക്ഷയോടെയാണ് ഈ ഫാമിലിയൊക്കെ നിതിൻ രാജിനെയൊക്കെ അങ്ങോട്ട് കോളേജിലോട്ട് അയച്ചത്. അപ്പം യാതൊരു ദാക്ഷിണ്യവും ഇല്ലാത്ത ദയ എന്നുള്ള സാധനം വഴിയെ പോയിട്ടില്ലാത്ത ഇത്തരം സ്വാശ്രയ മാനേജ്മെൻറ്റിയുടെ മുന്നിലേക്ക് കുട്ടികളെ എറിഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ ഇതുപോലുള്ള ഫലം വരുമ്പോൾ നാട്ടുകാർക്കൊന്നും ഇത് കാര്യം വേറൊരു വാർത്ത വരുന്നു, വാർത്തയുടെ തള്ളിക്കയറ്റത്തിൽ അവർക്കിതൊന്നും ഒരു വിഷയമേ അല്ല. കൂടുതൽ ആൾക്കാരും അങ്ങനെയാണ്. SKN ഇപ്പോൾ ഇത് തന്നെ ചർച്ച ഒരാഴ്ച കഴിയുമ്പോഴത്തേന് ഈ വിഷയം വിസ്മരിക്കപ്പെടും എന്ന കാര്യത്തെക്കുറിച്ച് ആർക്കും സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ 2 വർഷം മുമ്പ് അങ്ങ് പറഞ്ഞതായ ഒരു സംഭവത്തെ അനുസ്മരിച്ചത്. അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയും ഒരു 2 വർഷം കഴിയുമ്പോഴും ഒരുപക്ഷെ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇതേ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. ഇവിടെ പ്രധാനമായിട്ടുള്ള ഒരു വിഷയം ഈ സംഭവത്തെക്കുറിച്ച് നമ്മൾ കേന്ദ്രീകരിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ മുൻ പറഞ്ഞിട്ടുള്ള ഇതുപോലെയുള്ള ദുര്യോഗങ്ങൾ ഉണ്ടായിട്ടുള്ളതെല്ലാം വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലോ വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ടവർ തമ്മിലുള്ള ഏറ്റുമുട്ടലോ ആയിരുന്നു. ഉദാഹരണമായിട്ട് സീനിയർ വിദ്യാർത്ഥികൾ റാഗ് ചെയ്ത് ക്രൂരമായി ഈ ഒരു റാഗിങ്ങിന് വിധേയനായിട്ടാണ് നമ്മുടെ പൂക്കോട്ടെ സിദ്ധാർത്ഥൻ മരിച്ചത്. എന്നാൽ ഇവിടുത്തെ സംഭവം എന്താണ്? ഇവിടെ യഥാർത്ഥത്തിൽ അസാധാരണമായി SKN ഒക്കെ പഠിച്ച കാലത്തു നിന്നൊക്കെ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അധ്യാപകരാണ് വിദ്യാർത്ഥികളെ റാഗ് ചെയ്ത് അല്ലെങ്കിൽ മാനസികമായി പീഡിപ്പിച്ച് ഈ ഒരു അവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യത്യാസം അങ്ങ് കാണണം. കാരണം ഇവിടെ ചരിത്രപുരുഷനായി ഇപ്പോൾ നിൽക്കുന്ന, ചരിത്രപുരുഷൻ എന്ന് പറയുന്ന ഉദ്ധരണിയിലാണ് ഞാൻ പറയുന്നത്, ഈ ഡോക്ടർ SK റാം എന്ന് പറഞ്ഞ ആളിനെ പോലെ ഒരു അധ്യാപകൻ കേരളത്തിൻ്റെ MK റാമിനെ പോലെ ഒരു അധ്യാപകൻ കേരളത്തിൽ ഒരിടത്തും മുൻകാലത്തും ഉണ്ടായിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് 2003, 2004 ഈ അഞ്ചരക്കണ്ടി ഡെൻ്റൽ കോളേജിന് അഫിലിയേഷൻ കിട്ടുന്നത്. ഇന്ന് 23 വർഷമായിട്ട് ആ സ്ഥാപനം അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങേക്ക് അറിയാമെന്നാണ് എൻ്റെ വിചാരം. ഇതിനൊരു കറുത്ത പശ്ചാത്തലമുണ്ട് ആ കോളേജിന്. അവിടെ ആദ്യം MBBS ഉണ്ടായിരുന്നു. ആ MBBSൻ്റെ നടത്തിപ്പിൽ ആകെ കൂടെ ക്രമക്കേടാണെന്ന് കണ്ടപ്പോൾ MBBSൻ്റെ അഫിലിയേഷൻ വിഡ്രോ ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമാണ്. അതിൻ്റെ ഉടമസ്ഥരാരെന്ന് ഞാൻ അന്വേഷിച്ചപ്പോൾ കണ്ടെത്തിയത് അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരാളിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രൈവറ്റ് ട്രസ്റ്റാണ്. അതിന്മേൽ ആർക്കും ഒരു നിയന്ത്രണമില്ലാത്തതുകൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഈ പറയുന്ന 23 വർഷമായി അവിടെ നടക്കുന്ന ഈ കോളേജിൽ 19 വർഷമായി HOD ആയിരിക്കുന്ന MK റാം ഇത്രയും കാലമായി ഈ തലത്തിലായിരുന്നോ അവിടെ പെരുമാറിയിരുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ എത്രയോ മുൻപേ ഇതുപോലുള്ള പരാതികൾ ഉണ്ടാകണം. അങ്ങനെ പരാതികൾ ഉണ്ടെങ്കിൽ 2 കാര്യങ്ങളുണ്ട്. ഈ തരത്തിൽ മനോവൈകൃതമുള്ള ഒരാളായിരുന്നു ഈ ഡോക്ടർ MK റാമെങ്കിൽ തീർച്ചയായും ഒന്നാമത്തെ ഉത്തരവാദി അവിടെ ആയിരുന്ന പ്രിൻസിപ്പലാണ്. 2ാമത്തെ ഉത്തരവാദി അതിൻ്റെ മാനേജ്മെൻറ്റാണ്. 3ാമത്തെ ഉത്തരവാദി അവിടുത്തെ സർവകലാശാലയാണ്. ഇങ്ങനെയുള്ള ഒരു അധ്യാപകനെ എങ്ങനെ വെച്ചു ഉറപ്പിക്കാൻ സാധിക്കും? ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ 1ാം ഭാഗത്ത് നിന്ന് വിടാം. ഈ സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് അതുപോലെ ഉള്ള ഈ ഡെൻ്റൽ കോളേജുകളിലെ അധ്യാപകരുടെ മേലൊന്നും സർവകലാശാലയ്ക്ക് പോലും യാതൊരു നിയന്ത്രണവുമില്ല. ഞാനൊരു അധ്യാപകനായിരുന്നു 40 വർഷം. അതെ, അതുകൂടെ നമ്മൾ ഇത് ചേർത്ത് വായിക്കണം. അപ്പോൾ ഇവിടെ പലരും പറഞ്ഞു ഈ സ്വാശ്രയ കോളേജുകൾ ആകെ കുഴപ്പമാണെന്ന് പറഞ്ഞു. ആരാണ് ഇതിൻ്റെ പിന്നിൽ എന്നതിനെക്കുറിച്ച് കൂടെ അന്വേഷിക്കും.